made the first attempt to include figures on human capital in the company's balance sheet? കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഫിഗർ ഉൾപ്പെടുത്താൻ വേണ്ടി ആരാണ് ആദ്യം മുൻകൈ എടുത്തത്? ഹെർമൻസൺ ആണോ, മൊറിസൺ ആണോ, ജോൺസൺ ആണോ, ആൽഫ്രഡ്സൺ ആണോ? ആരാണ് അതിന് മുൻകൈ എടുത്തത്? ആൻസർ എന്താണെന്ന് നോക്കാം. ഹെർമൻസൺ ആണ്. ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് അൺപർച്ചേസ്ഡ് ഗുഡ് വില്ലും അതും ആരാണ്? ഹെർമൻസൺ ആണ്. ഹെർമൻസൺ തന്നെയാണ് അൺപർച്ചേസ്ഡ് ഗുഡ് വിൽ എന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അതുപോലെ HRAയുടെ ഫുൾ ഫോം ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്നാണ്. ഫാദർ ഓഫ് HRA ആരാണ്? ഹെർമൻസൺ തന്നെ ആണ്. ദെൻ നെക്സ്റ്റ്, ഫാദർ ഓഫ് ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ടു ഇംപ്ലിമെൻറ്റ് HRA ഏതാണ്? BHEL ആണ്, അഥവാ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്. The Accounting Standard Board ASB was constituted by Institute of Chartered Accounts of India ICAI in dash. ഏത് വർഷമാണ് നമ്മളെ ASB നിലവിൽ വന്നിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി 1977 ആണ്. ASB, the Accounting Standard Board, was set up in the year 1977 by ICAI. ICAI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 ജൂലൈ 1949 ഏത് ആക്ടിന് കീഴിലാണ്? അണ്ടർ ദ ആക്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. വിച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഡീൽ വിത്ത് എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്? എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 ആണ്. പിന്നെ അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പ്രതിപാദിക്കുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്, 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 6 പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 പറയുന്നത് റവന്യൂ റെക്കഗ്നീഷനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. 14 പറയുന്നത് അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻസ്. 15 പറയുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ്. 17 സെഗ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. 20 പറയുന്നത് ഏണിംഗ് പെർ ഷെയർ അഥവാ EPSനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെൻറ്റ് റിസീവബിൾ അക്കൗണ്ട് ഈസ് എ ടൈപ്പ് ഓഫ്. ഏത് ടൈപ്പ് അക്കൗണ്ടാണ് റെൻറ്റ് റിസീവബിൾ അക്കൗണ്ട് എന്ന് പറയുന്നത്? ഓപ്ഷൻ ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട്, B റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്, C നോമിനൽ അക്കൗണ്ട്, D നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ? ഏതാണെന്ന് നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് B റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ് ആൻസർ. അപ്പോൾ അത് ഈസ് റെൻറ്റ് റിസീവബിൾ. Rent receivable means the amount of rent that is due from tenants but not yet received. അതായത് റെൻറ്റ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതെന്താണ് കിട്ടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ടെനൻറ്റ് ഹാസ് ടു പേ 10,000 റെൻറ്റ് ഇൻ ഓഗസ്റ്റ്. നമുക്ക് എന്താണ് ബിൽഡിങ്ങിൻ്റെ വാടകയ്ക്ക് ഇരിക്കുന്നവരെ നമുക്ക് എന്താണ് 10,000 രൂപ ഓഗസ്റ്റിൽ പൈസ തരാനുണ്ടായിരുന്നു. ബട്ട് പേ ഇറ്റ് ഇൻ സെപ്റ്റംബർ. പക്ഷെ അവർ എപ്പോഴാണ് പേ ചെയ്തിട്ടുള്ളത്? 10,000 പേ ചെയ്തത് സെപ്റ്റംബറിലാണ് അല്ലേ? അപ്പോൾ ഓഗസ്റ്റിൽ നമുക്ക് എന്ത് പറയാം? റെൻറ്റ് റിസീവബിൾ നമുക്ക് കിട്ടാനായി, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയാം. ഇനി റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. എ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് ദാറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി ഷോ ദി നെയിം ഓഫ് എ സ്പെസിഫിക് പേഴ്സൺ ബട്ട് ഇറ്റ് റെപ്രസെൻറ്റ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ സം പേഴ്സൺസ് ഇൻഡയറക്ട്ലി. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്? പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പേഴ്സണെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇവിടെ ഒരു പേഴ്സണെ സ്പെസിഫിക് പേഴ്സണെ പറയുന്നില്ല, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ജനറലായിട്ട് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് പറയും. സാലറി, അതായത് രാമുവിൻ്റെ സാലറി എന്ന് പറയുമ്പോൾ അതെന്തായി? പേഴ്സണൽ അക്കൗണ്ടായി. മൊത്തം സാലറി എന്ന് പറയുമ്പോൾ അതെന്തായി? കുറേ എംപ്ലോയീസിന് പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെന്തായി മാറി? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടായി. രാമുവിൻ്റെ സാലറി എന്ന് പറയുമ്പോൾ അത് പേഴ്സണൽ അക്കൗണ്ടുമാണ്. സാലറി പ്രീപെയ്ഡ് സാലറി അല്ലെങ്കിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു കൂട്ടം എംപ്ലോയീസിൻ്റെ അത് പ്രതിനിധാനം ഒന്നിച്ച് ചെയ്യുന്ന റെപ്രസെൻറ്റ് ചെയ്യുകയാണ് പേഴ്സൺസിനെ. അപ്പോൾ എന്തായി മാറി? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്.
കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്, പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട്, റെൻ്റ് റിസീവബിൾ അക്കൗണ്ട്, കമ്മീഷൻ പേയബിൾ അക്കൗണ്ട്, അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ എക്സാമ്പിൾ. നമ്മൾ എക്സാമിനുള്ള ഷോർട്ട് കട്ടാണ്. എങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇഫ് ആൻ അക്കൗണ്ട് ലുക്ക് ലൈക്ക് ആൻ എക്സ്പെൻസ് ഓർ ഇൻകം ബട്ട് ഹാസ് വേർഡ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, റിസീവബിൾ, പേയബിൾ, അക്രൂഡ്, ഇറ്റ് ഈസ് യൂഷ്വലി എ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് എക്സ്പെൻസോ അല്ലെങ്കിൽ ഇൻകമായി ആയിരിക്കാം, പക്ഷെ അതിന് തൊട്ട് മുൻപിലായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്നോ പ്രീപെയ്ഡ് എന്നോ റിസീവബിൾ എന്നോ പേയബിൾ എന്നോ അക്രൂഡ് എന്നോ കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡായി ചോദിച്ചുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. റെൻറ്റ് റിസീവബിൾ അക്കൗണ്ട് ബിലോങ് ടു വിച്ച് അക്കൗണ്ട്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് ഈസ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഗുഡ് വിൽ അക്കൗണ്ട് ഈസ് ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ്. ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് ആണ്. ദെൻ മെഷീനറി അക്കൗണ്ട് ഈസ് റിയൽ അക്കൗണ്ട്, ടാഞ്ചിബിൾ ആണ്. സാലറി അക്കൗണ്ട് എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. അതുപോലെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തും ചോദിച്ചു കണ്ടുള്ളതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഗോൾഡൻ റൂൾസ് ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ റൂൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്? എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. Then what is the rule of real account? Debit what comes in, credit what goes out. Then what is the rule of nominal account? Debit all expenses and losses. Then credit all incomes and gains. അതുപോലെ ചോദിച്ചിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ് സൈക്കിൾ? അക്കൗണ്ടിങ് സൈക്കിളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ജേണലാണ് അല്ലേ? റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ ആദ്യം തന്നെ ട്രാൻസാക്ഷൻസ് അക്കൗണ്ട്സിൽ എന്താ ചെയ്യുക? രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേണലാണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെഡ്ജർ ഈസ് പോപ്പുലർലി നോൺ ആസ്. ലെഡ്ജറിന് നമ്മൾ പോപ്പുലറായി പറയുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർ ടു ചെക്ക്. എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ലെഡ്ജറിലെ അക്കൗണ്ട്സ് എത്രത്തോളം കൃത്യമായിട്ടാണ് ലെഡ്ജറിലെ അക്കൗണ്ട്സ് രേഖപ്പെടുത്തിയത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ.